ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയയും വിനോദും തമ്മിൽ ഗീതുവിൻ്റെ തലയിൽ വന്ന ആ വലിയൊരു നഷ്ടത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നീയല്ലേ അത് ഗീതുവച്ചിയുടെ തലയിൽ വെച്ച് കൊടുത്തതെന്ന് ചോദിച്ചു വിനോദ്. ഞാൻ തന്നെയാണ്, പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിനോദ് എന്നോട് ചോദിച്ചോന്ന് പ്രിയ ചോദിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആ സമയത്ത് ചോദിച്ചു നമ്മുടെ വിനോദ്. എൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും പേരിലുള്ള സ്വത്തുക്കളിൽ നഷ്ടം വരുത്തുക എന്നുള്ളതാണ് വരുണേട്ടൻ്റെ ആ ഒരു ഉദ്ദേശം. അതൊരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ സ്വത്തുക്കൾക്കൊക്കെ വിനോദും അവകാശിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വത്തുക്കൾ നമ്മൾ തന്നെ കൊള്ളയടിക്കുന്നത് ശരിയാണോ എന്ന് പ്രിയ ചോദിച്ചു. വിനോദിനൊന്നും മിണ്ടാനില്ല. അത് തടയാൻ വേണ്ടിയിട്ടാണ് ആ കൊട്ടേഷൻ്റെ കാര്യം ഞാൻ ഗീതുവച്ചോട് പറഞ്ഞത്. പ്രിയേ, നീ ഈ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞപ്പം എന്ത് തെറ്റ്? വിനോദേ, നീ ഇങ്ങനെ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത് കേട്ടോ. നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതോടെ ഗോവിന്ദേട്ടൻ നമുക്ക് അർഹതപ്പെട്ട സ്വത്തുക്കളെല്ലാം തരും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു പ്രിയ. ഗോവിന്ദ് മാധവന്റെ സഹോദരിയും ഭർത്താവും ദരിദ്രവാസികളെ പോലെ ജീവിക്കണമെന്നാണോ നീ പറയുന്നത്? നിനക്ക് കമ്പനിയിൽ അന്തസ്സായിട്ടൊരു സ്ഥാനം തന്നിട്ടില്ലേ? നീ എല്ലാ തരികടകളും മാറ്റിവെച്ച് ഗീതുവേച്ചിക്ക് തോന്നിയാൽ നീ ഇനിയും ഉയർച്ചയിലെത്തും. ഏട്ടൻ നിന്നെ കൈവിടില്ല. അത് നീ ഒന്ന് മനസ്സിലാക്കുക വിനോദേ. നീ ഇങ്ങനെ എടുത്തു ചാടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി നീ മര്യാദയ്ക്ക് ആ കമ്പനിയിൽ നിന്നാൽ വരുണേട്ടൻ്റെ മുകളിലുള്ള സ്ഥാനം നിനക്കായിരിക്കും. നീ അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമെന്ന് ചോദിച്ചു പ്രിയയോട് വിനോദ്. ഞാനല്ലേ പറയുന്നത്, ഉറപ്പ് എന്നും പറഞ്ഞുകൊണ്ട് കൈയടിച്ച് സത്യം ചെയ്തു കൊടുത്തു. അപ്പോൾ വിനോദ് പറഞ്ഞു, നീ പറയുന്നത് പോലെ തന്നെ നിൽക്കാവുന്ന. അപ്പോൾ വിനോദ് കുറച്ച് നാൾ മര്യാദയ്ക്ക് നിന്നാൽ ആ സമയം കൊണ്ട് ഗീതു ചേച്ചിക്ക് വരുണേട്ടനെ നിയന്ത്രിച്ച് AGMലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മുടെ പ്രിയ അന്നേരം ചിന്തിക്കുക. വളരെ ടാലൻ്റായിട്ടാണ് ഇപ്പം നമ്മുടെ പ്രിയ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവം റെഡിയാക്കി നമ്മുടെ പ്രിയ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അറക്കൽ തറവാട്ടിൽ ഗോവിന്ദ് ആ ഡിവോഴ്സ് പേപ്പറുമായിട്ട് ഗീതുവിൻ്റെ മുന്നിലേക്ക് വന്നു. ഗീതു അന്നേരം ഇങ്ങനെ ഒന്നും നോക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അന്നേരം ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുക, ഇത് ജോയിൻറ്റ് പെറ്റീഷനിൽ ഒപ്പിടാനുള്ള നിൻ്റെ അവസാന അവസരമാണ്. മുമ്പ് പറഞ്ഞത് തന്നെ എനിക്കിപ്പോഴും നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ ഇതിൽ സൈൻ ചെയ്യില്ല എന്ന്. പക്ഷേ ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ ഗീതു ഒന്നിങ്ങനെ നോക്കി കേട്ടോ. നോക്ക്, ഞാൻ സൈൻ ചെയ്തെന്ന് പറഞ്ഞത് കാണിച്ചും കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോഴും ഗീതുവിനൊരു കുസലില്ലാതെ നിൽക്കുക. എനിക്ക് നിന്നെ വേണ്ട എന്ന് ഇതിലും വ്യക്തമായി പറയാനായി എനിക്ക് അറിയില്ല എന്ന് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട്. ഇനി നിൻ്റെ ഊഴമാണ്. നിങ്ങൾ ഒപ്പിട്ടാലും ഞാൻ അതിൽ ഒപ്പിടില്ലെന്ന് ഗീതു അന്നേരം തർപ്പിച്ച് പറഞ്ഞു. ഗോവിന്ദ് അന്നേരത്തേക്ക് ഈ പേപ്പറും കയ്യിൽ പിടിച്ചിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാം. എന്നെ പുറത്താക്കാൻ നിങ്ങൾക്ക് എന്തും ചെയ്യാം, മാന്യമായി എന്തും ചെയ്യാമെന്നും ഗീതു പറഞ്ഞപ്പോൾ ഞാൻ ഗുണ്ടായുസത്തിനൊന്നും വരുന്നില്ല, എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനോട് തർപ്പിച്ച് പറഞ്ഞിട്ട് മാനസികമായി 2 ധ്രുവങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഇനി ഈ റൂം ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല, നിനക്ക് മറ്റൊരു റൂമിലേക്ക് മാറാമെന്ന് പറഞ്ഞു ഗോവിന്ദ്. രണ്ടാനമ്മയെ അപമാനിച്ചതിനുള്ള ആ ഒരു പ്രതികാരമാണോ എന്ന് ചോദിച്ചപ്പം നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ സത്യം അതല്ല. എനിക്ക് തൊട്ടതിനും പിടിച്ചതിനും നിന്നോട് തായം കളിച്ച് സമയം കളയാൻ എനിക്ക് വയ്യ. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പം നമ്മൾക്കിടയിലേ പക്ഷെ മതിലുകളുണ്ട്. കട്ടിലെ തലയിണകൾ കൊണ്ട് തീർത്ത മതിൽ, മനസ്സിനെ കരിങ്കല്ലുകൊണ്ട് തീർത്ത മതിലുകൾ. അതിനപ്പുറം നമ്മൾ തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഗോവിന്ദ്. ഒക്കെ ശരിയായിരിക്കും, പക്ഷേ ഞാൻ ഈ മുറിയിൽ തന്നെ കിടക്കുമെന്ന് ഗീതു തറപ്പിച്ച നേരം പറഞ്ഞു. ഇത് കേട്ട് ഗോവിന്ദ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്നെ കാണുന്നത് പോലും വെറുപ്പാണെങ്കിൽ ഞാനൊരു തുണി വിരിച്ച് ഈ റൂമിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് കിടന്നോളാമെന്ന് പറഞ്ഞപ്പോൾ, നിയമപരമായി നീ എൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം നീ അങ്ങനെ കഷ്ടപ്പെടാനൊന്നും പാടില്ല. നീ കട്ടിൽ തന്നെ കിടന്നു. ഞാൻ വാശി പിടിക്കുന്നില്ല, ഞാൻ മാറി കിടന്നോളാവെന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദ്. അങ്ങനെ അതും പറഞ്ഞു ഗോവിന്ദിൻ്റെ ഇഷ്ടം നോക്കുക. അപ്പോൾ ഞാൻ വേറെ റൂമിലേക്ക് പോയിക്കോളാം എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അങ്ങ് പോയപ്പോഴത്തേക്കും സാർ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഓ സാറോ, നിനക്ക് ആ വിളിയൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ മനസ്സിൽ തന്നെ ആ വിളിയങ്ങ് വിളിച്ചാൽ മതി. പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നീ ഇപ്പോൾ ഒരു വിളി വിളിക്കുന്നുണ്ടല്ലോ, കണ്ണേട്ടാന്ന്. അതൊക്കെ മതി. എങ്കിലേ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ മനസ്സ് ചിലതൊക്കെ ഓർമ്മിപ്പിക്കാതിരിക്കൂ എന്ന് ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞു. ഗീതു അതും നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. സാർ എന്നും പറഞ്ഞ് വീണ്ടും വിളിച്ചു. ഗോവിന്ദ് അന്നേരം ഇങ്ങനെ നോക്കുക. ഞാൻ ഈ റൂമിൽ നിന്ന് മാറിക്കോളാം, സാറ് പോകണ്ടെന്ന് ഗീതു അന്നേരം പറഞ്ഞു. അപ്പോൾ താങ്ക്സ്, എങ്കിൽ പെട്ടെന്നൊന്ന് എനിക്കൊന്ന് ഉറങ്ങണം എന്ന് ഗോവിന്ദ്. ഗീതു അന്നേരത്തേക്കും തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകണു. ഗീതു അങ്ങനെ പോകുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്നൊന്നും അല്ല പുറത്തേക്ക് പോകുന്നു, തൊട്ടപ്പുറത്തെ റൂമിലേക്കാണ്. ബാഗുകളൊക്കെ നാളെ ആണെങ്കിലും ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു. ബാഗ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ
എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുന്നു. ഗീതു അന്നേരം അപ്പുറത്തെ റൂമിലേക്ക് പോണു. പക്ഷേ ഗീതു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഇപ്പം നടന്ന സംഭവങ്ങളെല്ലാം ഗോവിന്ദൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഗോവിന്ദന് അത് അവിടെ പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു നിരാശയിലാണ് നമ്മുടെ ഗോവിന്ദ് അവിടെ നിൽക്കുന്നത്. ഗോവിന്ദ് എന്നിട്ട് ഇങ്ങനെ കണ്ണടയാക്കി ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഗീതു റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത് നോക്കി വരുണും അമ്മയും കൂടി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. ഗീതു ഇറങ്ങി ഒരു കൂസലും ഇല്ലാതെ കയറി അങ്ങ് പോയി. താൻ ഇതൊന്നും ഒന്ന് പുല്ല് പോലെയാണ് കാണുന്നത് എന്നുള്ളൊരു മൈൻഡിൽ. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മോനും നീ കണ്ടോടാ ഗീതു തല താഴ്ത്തി കണ്ണൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടോന്ന് ചോദിച്ചു. പോയാൽ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരുന്ന ഏനമല്ലേ അമ്മേ അവളെന്ന് ചോദിച്ചപ്പോൾ മോനെ ദേ അവൾ ഇറങ്ങിപ്പോയതല്ല, കണ്ണനെ അവളെ ഇറക്കി വിട്ടതാ, നിനക്കതറിയില്ലേ എന്ന് ചോദിച്ചു. ഇനി ഒരിക്കലും ആ മുറിയുടെ വാതിൽ അവൾക്ക് വേണ്ടി അവൻ തുറക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പം ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത അവളെ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണ്ടേന്ന് ചോദിച്ചപ്പം പെറ്റീഷനിൽ ഗോവിന്ദ് ഒപ്പിട്ട് കഴിഞ്ഞു, അവളും ഒപ്പിടും, നീ നോക്കിക്കോ, ഇല്ലെങ്കിലേ ബലമായിട്ട് നമ്മൾ അവളെ കൊണ്ട് ഒപ്പിടിയിക്കും. അപ്പോൾ കോടതിയിലെത്തുമ്പോൾ എന്ത് ചെയ്യും? കോടതിയിൽ ഗീതുവിനെ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയാൽ പോരെന്ന് രാധിക മകനോട്. എങ്ങനെയാ അമ്മ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആക്സിഡൻറ്റിനെ തുടർന്ന് അവൾ ആകെ മാറി, ഇപ്പോൾ മാനസിക വിഭ്രാന്തിയിലാണ്. വയലൻ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി മനോരോഗത്തിന് ചികിത്സിക്കുന്നു. അത്ര ഉണ്ടാക്കിയ കാര്യം തീർന്നില്ല മോനെ. അങ്ങനെ ഭയങ്കരമായ ബുദ്ധികളൊക്കെ പ്രകടിപ്പിക്കുക. അങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും അങ്ങ് ഉണ്ടാക്കണം. അത് പിന്നെ നമുക്ക് എളുപ്പമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രാധികയുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം അമ്മയെ ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മകൻ തൊട്ടരികിൽ നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗീത റൂമിലെത്തി ഇരുന്ന് ആലോചിക്കുക. ദേ ഞാൻ ആ റൂമിൽ ഇല്ലാത്തത് കൊണ്ട് രാത്രി എങ്ങാനും ഗോവിന്ദ് സാറിനെ അവർ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ? അത് ഞാനാണെന്ന് വരുത്തി തീർക്കാനേ എളുപ്പമാണ്. എന്ത് ചെയ്യുമെന്നൊക്കെ ഗീതു അവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ. ഗീതുവാണ് തല പുകഞ്ഞ് ആലോചിക്കുക. ഗീതുവിനൊരു മാർഗം വേണം എങ്ങനെയെങ്കിലും ഗോവിന്ദൻ്റെ അരികിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഗോവിന്ദ് സാറിനെ ഒരു കാരണവശാലും ഒരു പക്ഷേ ഈ സമയത്ത് അപകടപ്പെടുത്താൻ സാധ്യത കുറവായിരിക്കും അല്ലേ? എൻ്റെ നേരെ ആയിരിക്കും ആയുധം വരുന്നത്. അങ്ങനെയൊക്കെ ഗീതു ചിന്തിക്കുക. അപ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആപത്തും വരരുത്, അങ്ങനെയൊക്കെ ഗീതു ഇങ്ങനെ ചിന്തിക്കുന്നു. ഗീതു എന്നിട്ട് പലതരത്തിൽ രാധികയേക്കാൾ അപ്പുറം ചിന്തകളുമായിട്ട് നമ്മുടെ ഗീതു റൂമിലിരിക്കുന്നു. അങ്ങനെ റൂമിലിരുന്നു കൊണ്ട് നമ്മുടെ ഗീതു പലതും ആലോചിക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അവർണികയാണെങ്കിൽ ആകെ താളം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഫോണെടുത്ത് പലരെയും വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആകെ എന്താ പറയുക, ആകെ മാനസിക അസ്വസ്ഥതകളോടുകൂടി ഇങ്ങനെ നടക്കുന്നു. ആ സമയത്ത് കിച്ചുവും അവർണികയും കൂടി ഇരിക്കുന്ന ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ട് കിച്ചുവിനോട് മാപ്പ് പറയാം. സോറി കിച്ചു, ഞാൻ നിന്നോട് രൂക്ഷമായി സംസാരിച്ചു, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും നിന്നോട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കിച്ചുവിനോട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ശ്രീജയുടെ വീഡിയോ കോളാണ് വന്നത്. അപ്പോൾ ശ്രീജ എന്താന്ന് ചോദിച്ചു. ഞാൻ സരസ്വതി അമ്മയാ. ആ അമ്മ പറഞ്ഞോ അമ്മേ. എന്താ അമ്മേ? കിഷോറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മോളെ. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അവൻ ഇതുവരെ വന്നില്ലല്ലോ അമ്മേ, എന്താണെന്നും അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. അതും പറഞ്ഞ് ഇവർ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പോലീസുകാർ വന്നായിരുന്നു, അവരുടെ ഓഫീസിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതെല്ലാം പറഞ്ഞിട്ടാണ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാമെന്നും പറഞ്ഞിട്ട് അവർക്ക് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയും മോളും കൂടെ അവിടെ കിടന്ന് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ കിച്ചുവിന് എന്തെങ്കിലും പറ്റി കാണുമോ, എന്തെങ്കിലും ആപത്തായി കാണുമോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ ഏട്ടൻ വരും, അമ്മ ടെൻഷൻ ആവരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവർണികയുടെ ഡാഡി അങ്ങോട്ടേക്ക് വരുന്നത്. ഡാഡി വന്നതിന് ശേഷം കിച്ചുവിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ഇവിടെ പറയുക. അപ്പോൾ കിച്ചുവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ആകെ ഇതായിട്ടിരിക്കുമ്പോൾ മകൾക്കരികിലേക്ക് ചെന്നിട്ട് അച്ഛനാണെങ്കിൽ മകനെ പോലീസ് കൊണ്ടുപോയ കാര്യത്തെപ്പറ്റിയൊക്കെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോഴും ആകെ ടെൻഷൻ. അപ്പോൾ കിച്ചുവിന് ഇതിനൊക്കെ പങ്കുണ്ടോയെന്ന് അറിയാനാണ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ആരൊക്കെയോ കസ്റ്റഡിയിൽ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മകൾക്കാണെങ്കിൽ ആകെ വെപ്രാളവും കയറി, ടെൻഷൻ കയറി. ആരോട് എന്തെല്ലാം സമാധാനം പറയുക, ആരോട് സഹായം ചോദിച്ചാൽ ഇതിനൊക്കെയുള്ള ആ ഒരു സൊല്യൂഷൻ കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതുവായിട്ട് ഇങ്ങനെ അവിടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് അങ്ങോട്ടേക്ക് കാഞ്ചന വരുന്നത്. കാഞ്ചന വന്നിട്ട് ഇതെന്താ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്, എന്താ ഒരു ഉത്സാഹക്കുറവായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. ചായ കുടിക്കുമ്പോൾ അത് ഉന്മേഷം ആയിക്കോളൂ എന്ന് ഗീതു മറുപടിയും കൊടുത്തു. മാമനും കുറച്ച് എനർജി കൊടുക്കണം. നിങ്ങൾ വന്നതിന് ശേഷം ഗോവിന്ദ് മാമയ്ക്ക് ഒരു എനർജി ഇല്ല കേട്ടോ. അതെന്താ? അപ്പം ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താ എനർജി ആണോ എന്ന് ചോദിച്ചു ഗീതു. ചായയുടെ കാര്യമാണ് പറഞ്ഞേ.
ഗോവിന്ദേട്ടൻ അവിടെ യോഗ ചെയ്യുക, അവിടെ അങ്ങനെ വെച്ചേക്കാൻ പറഞ്ഞു ഗീതു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേഖയും വന്നു. രേഖ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ എനർജി കൂട്ടാനേ യോഗ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗീതു, എനിക്കിന്ന് പൂജാമുറിയിൽ കയറാൻ പറ്റത്തില്ല മോളെ, വിളക്കൊന്ന് കത്തിക്കണം എന്നങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ കൊളുത്തിക്കോളാം എന്ന് പറഞ്ഞു കാഞ്ചന. വേണ്ട വേണ്ട, കൊളുത്തി കൊടുക്കാൻ കാഞ്ചന മിടുക്കിയാണെന്നറിയാം. ആ കൊളുത്തലല്ല ഇവിടെ നിലവിളക്ക് കൊളുത്തുന്ന കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കുടുംബത്തിൽ അംഗമാണെന്ന് പറഞ്ഞു കാഞ്ചന. അപ്പം മുള്ളിപ്പ് തെറിച്ച ബന്ധമൊന്നും പോരാ, ഈ കുടുംബത്തിന് യഥാർത്ഥ ബന്ധം ഉള്ളവരായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഇത് പറയുന്നതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രാധികാമ്മ വന്നു ഇങ്ങനെ പൂജാമുറിയിലെ വിളക്ക് ഗീതു തെളിയിക്കുന്നതിനെ തടഞ്ഞു. അപ്പോൾ അങ്ങനെ തടഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് വാശിയായി. ഗീതു ഇങ്ങനെ വാശിയോടുകൂടി തന്നെ അങ്ങോട്ട് പോകുക. അപ്പോൾ ഗീതു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും ഗോവിന്ദ് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗീതുവിൻ്റെ ആ ഒരു അവകാശം സ്ഥാപിച്ചെടുക്കാനായിട്ട് ആ ഒരു ഇതിൽ രാധിക വന്ന് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതെ, ഞാൻ ഇന്നലെ കണ്ണെണ്ണ കെട്ടിപ്പിടിച്ച് കിടന്നേ ഉറങ്ങിപ്പോയി, ഇനിയിപ്പോൾ വ്യക്തിശുദ്ധിത്വം വരുത്താതെ വിളക്ക് തെളിയിക്കാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ രാധിക ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുവാണേ, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളൊരിതിൽ. അതിന് ഗീതുപാപ്പ ഇന്നലെ വേറെ റൂമിലല്ലേ കിടന്നതെന്ന് ചോദിച്ചപ്പം അത് എനിക്ക് വേണ്ടി കണ്ണേട്ടൻ ഒരുക്കിയ സ്റ്റഡി റൂമാണ്, പിന്നെ പഠനം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് പോകും, ഇപ്പോൾ കണ്ണേട്ടൻ്റെ കൂടെ കിടന്നില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു ഭയങ്കര തട്ടിവിടൽ. രാധിക ഇതൊക്കെ നേരമായിരിക്കുമോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒന്നിച്ച് കിടന്നതാണെങ്കിലേ കുളിച്ചിട്ടേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ അശുദ്ധിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന. അപ്പം അത് കേട്ടപ്പം നമ്മുടെ പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടൊക്കെ ആണുങ്ങൾക്ക് അറിയണോ എന്നൊക്കെ ഗീതുവിൻ്റെ വക ഒരു താക്കും കൂടെ. അതെ ആണുങ്ങൾക്ക് ഒരു ദോഷവും പെണ്ണുങ്ങൾക്ക് ആ ദോഷം മുഴുവൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കാഞ്ചന ഇങ്ങനെ പറയുമ്പോൾ കണ്ണൻ പ്രതിജ്ഞ എങ്ങനെ തെറ്റിച്ചോ, അങ്ങനെയാണെങ്കിൽ ഇവളിനി കണ്ണനെ നിയന്ത്രിക്കാൻ തുടങ്ങും എന്നുള്ള പേടിയായിട്ട് രാധിക അവിടെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അയ്യോ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടിയായിട്ട് നിൽക്കുന്നു, പെട്ടെന്ന് അമ്മയോട് വിളക്ക് എത്തിക്കാൻ പറ, ഐശ്വര്യമായിട്ട് അമ്മ തന്നെ വിളക്ക് കൊളുത്തട്ടെ എന്ന് പറഞ്ഞു ഗീതു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഐശ്വര്യമായ കാര്യങ്ങളൊന്നും വിധവ ചെയ്യാൻ പാടില്ലെന്നല്ലേ നിന്റെ ശാസ്ത്രമെന്ന് ചോദിച്ചു രാധിക വന്നിട്ട്. വിധവയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വിളക്ക് കൊളുത്താൻ കേട്ടോ എന്ന് പറയുമ്പോൾ അതെ അവർക്ക് ഭർത്താവുമായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചനയും ഗീതുവിൻ്റെ കൂടെ അങ്ങ് കൂടി. അമ്മയെപ്പോലെയാണോ സുമംഗലിയായി ഞാൻ, എനിക്ക് വൃത്തിശുദ്ധിയൊക്കെ നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ രാധിക ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നോക്കുവാണേ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നാണമായി. അങ്ങനെ ഗീതു പോയി പെണ്ണുപിള്ളേനെ എട്ടത്തിട്ട് പൊതിക്കോ ശരിക്കും. അയ്യോ ചായ തണുത്തു, ഞാനിതേ കണ്ണേട്ടനെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഗീതു ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കിന്നൊരു യാത്രയുണ്ട്, ഞാൻ ഒരിടം വരെ പോകുമെന്ന് പറഞ്ഞു രേഖയോട്. അപ്പോൾ എവിടേക്കാണെന്ന് ചോദിച്ചപ്പം അതൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്, ഞാൻ പോകുമെന്ന് പറഞ്ഞു. എങ്കിലേ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിട്ട് പോയാൽ മതി, യാത്ര സക്സസ് ആകുമെന്ന് പറഞ്ഞു കാഞ്ചന. പൂജാമുറിയിൽ തെളിയുന്ന തിരുവെട്ടത്തിനല്ല എൻ്റെ സക്സസ് ഇരിക്കുന്നത്, അത് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിലാണെന്നും പറഞ്ഞു രാധിക. എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന വരണവിടെ റൂമിലുണ്ടായിരുന്നു, എന്തെന്ന് ഞാൻ പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു രേഖ. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ കാഞ്ചനയും അതായത് ഈ രേഖയും കൂടി ചേർന്ന് രാധികയെ കളിയാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഭർത്താവിന് ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു ഇതില്ല, പക്ഷേ ചായ അവിടെ വെച്ചിട്ട് അങ്ങ് പോയി. റൂമിൽ ചെന്നപ്പോൾ ആ ചായ ഇരിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് കണ്ടു. ആ ചായ എടുത്ത് കുടിച്ചു. ആ ചായ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ ഗോവിന്ദിൻ്റെ അരികിലേക്ക് ഗീതു വന്നു. ചായ കുടിക്കുന്ന ഗോവിന്ദനെ നിറഞ്ഞ മനസ്സോടെ നോക്കി ഇങ്ങനെ നിന്നു. ചായ കുടിച്ചിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ കാണുന്നത് നമ്മുടെ ഗീതു ഇങ്ങനെ ആ സൈഡിൽ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. അപ്പോഴത്തേക്കും ഗോവിന്ദ് നോക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഗീതു പെട്ടെന്ന് ബാക്കിയോട്ട് പോയി, കാണരുതെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് അമ്മ മകൻ്റെ അടുത്തേക്ക് ചെല്ലുക. വൈകുന്നേരത്തോടു കൂടി ഞാൻ തിരിച്ചെടുത്തു, അതോടുകൂടി ഗീതുവിൻ്റെ അഹങ്കാരം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി അമ്മ ബാംഗ്ലൂർ വരെ പോകേണ്ട കാര്യം എന്താണെന്ന് മകൻ, അവളിവിടെ വെച്ച് തന്നെ അങ്ങ് അവസാനിപ്പിച്ചൂടെ? അപ്പോൾ അതൊന്നും പോരാ, ഇപ്പോൾ അവൾക്ക് പുതിയൊരു രക്ഷകർത്താവുണ്ട്, ആ ബലം ആദ്യം ഇല്ലാതാക്കണം, എങ്കിലേ ഗീതു ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ, എങ്കിലേ ഗീതുവിനെ തകർക്കാൻ എളുപ്പമാവൂ. ഞാൻ പോയിട്ട് വരുന്നതുവരെ അവളുടെ നീക്കം നീ വാച്ച് ചെയ്യണമെന്നുള്ള കാര്യം അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ മകൻ ഏറ്റു. ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും സ്വന്തം കുഴി തോണ്ടാനാണ് ഫ്ലൈറ്റ് പിടിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നതെന്നറിയാതെ രാധിക പറന്ന് പോണു. ആ സമയത്ത് വരുൺ അവിടെ പല പ്രതീക്ഷകളുമായിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗോവിന്ദ് ചായ കുടിച്ചു, ഗ്ലാസ് അവിടെ വെച്ചിട്ട് അങ്ങ് പോയി. നമ്മുടെ ഗീതു തിരിച്ചു വന്ന് ആ കപ്പ് എടുത്തു. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ചായ
ഹും, എന്താണെന്ന് പോലും നോക്കാതെ എടുത്ത് കുടിക്കാൻ മടിയില്ല, എന്നെ കാണുന്നതാണ് അതൃപ്തി എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ അവിടെ നിൽക്കണം. ഈ ഇരട്ടത്താപ്പ് ഞാൻ മാറ്റിത്തരാം എന്നും പറഞ്ഞ് ഗീതു രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോകുന്ന സമയത്ത് ഗീതുവിൻ്റെ ഷോൾ അവിടെ ഉടക്കി, അതായത് കഥകയിൽ ഉടക്കി. ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്ത് വീണു. ഗീതു അവിടെ വീഴാനായിട്ട് പോയി. അപ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ രാധിക അതുവഴി വരുന്നു. രാധിക അതുവഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിനെ യാദൃശികമായ ഒരു അവസ്ഥയിൽ കണ്ടു. അപ്പോൾ ഗീതു പെട്ടെന്ന് നോക്കിയപ്പോൾ രാധികയെ കണ്ടു. രാധികയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പിശാച് ഇവിടെ നിപ്പുണ്ടായിരുന്നോ എന്നിങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് വേഗം എന്ത് പണിയാണ് കണ്ണേട്ടായി കാണിച്ചേ, കണ്ടില്ലേ കാപ്പ് പൊട്ടിപ്പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാധികയ്ക്കിട്ടുള്ള പണി കൊടുക്കുക. ഞാൻ എവിടത്തേക്ക് ഓടിപ്പോവില്ലല്ലോ, പിന്നെ എന്തിനീ ആക്രാന്തമൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് രാധിക ഇവിടെ നിന്ന് എന്നും പറഞ്ഞ് പല്ല് ഓർമ്മ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഗീതു ആരാ പൊന്നുമോള്, രാധികയുടെ കളിയൊന്നും ഗീതുവിൻ്റെ അടുത്ത് നടക്കില്ല. എന്തായാലും ഭിത്തിയിലേക്ക് നോക്കി നിന്ന് നമ്മുടെ ഗീതു തകർത്ത് വാരുക. എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര അഭിനയവും കാര്യങ്ങളും ഒക്കെ വിട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു റൊമാൻസൊക്കെ അഭിനയിക്കുന്നു. ഇങ്ങനെ കുസൃതി കാണിച്ചുകൊണ്ട് നിൽക്കുക. സ്വന്തം കാര്യം നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗീതു ഇവർ തമ്മിൽ ഭയങ്കര റൊമാൻസ് ആണെന്ന് രാധിക കാണാൻ വേണ്ടി അവിടെ കിടന്ന് ഇങ്ങനെ ശരിക്കും അഭിനയിച്ച് തകർക്കുക. അങ്ങനെ നല്ല രസകരമായിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നതെല്ലാം കണ്ണും തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു രാധിക. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബെഡ്റൂമിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് ഒളിഞ്ഞു നോക്കാൻ നിന്ന് നമ്മുടെ രാധികയ്ക്ക് മുട്ടം പണി കൊടുത്തുകൊണ്ട് നമ്മുടെ ഗീതു വന്നിട്ട് ഞാൻ ഡോറടയ്ക്കട്ടെ ആരെങ്കിലും കാണും എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഡോറടച്ചു. ആ സമയത്ത് ഈ സംഭവങ്ങളൊന്നും അറിയാതെ അപ്പുറം മാറി നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുക ആശാത്തി. എന്താ ഗീതു കാണിക്കുന്നതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഗീതു അന്നേരം ഈ പുള്ളിക്കാരനെ എടുത്തിട്ട് വാരിക്കൊണ്ടിരിക്കുക. ഇവർ തമ്മിൽ ലോകത്തെങ്ങും ഇല്ലാത്ത റൊമാൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒച്ചത്തിൽ ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട് രാധികയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ രാധിക ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. എന്തായാലും പുതുപുതൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും നന്ദി.